ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ച് താള്. ചേമ്പിൻ്റെ തണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ താളെന്ന് സാധാരണ പറയാറുള്ളത്. താള് ഉപയോഗിച്ച് നമുക്ക് നല്ല നാടൻ പണ്ട് കാലത്തൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കാറുള്ള നല്ല അടിപൊളി ഒരു കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കുണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാവേ. അതിന് നമ്മുടെ ചേമ്പിൻ്റെ താളുണ്ടല്ലോ, കറിച്ചേമ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കറിച്ചേമ്പിൻ്റെ താള് നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇത് കട്ട് ചെയ്ത് നമുക്കെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ നടുക്കത്തെ കൂമ്പുണ്ടല്ലോ, ഇലയെ, ആ ഇലയും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് റൗണ്ട് ചെയ്ത് കെട്ടി എടുക്കണം. കണ്ടിച്ചിട്ടാലും മതി, പക്ഷേ കെട്ടിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കണ്ടേ, ചെറിയ ഇലയാണത്. അത് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ചേമ്പെല്ലാം നമുക്ക് ചുറ്റിയെടുത്ത് ബാക്കിയുള്ള തണ്ടെല്ലാം അരിഞ്ഞ് നമുക്ക് എടുക്കാം. ഞാനിവിടെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. കണ്ട് ചെറുതായിട്ട് ചെറിയ അതിൻ്റെ കൂമ്പ് വരെ നമുക്ക് എടുക്കാവേ. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ ഇല പോലും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇതാണ് ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ്. അത് നമുക്ക് കെട്ടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് ആവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നല്ല ഉണക്കമീനാണ്. തേടിൻ്റെയോ നമുക്ക് ഇഷ്ടമുള്ള ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. വലിയ മീനാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുടംപുളി ആവശ്യമുണ്ട്. നല്ല പുളിയും ഉണക്കമീൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ഉള്ളൊരു നല്ല അടിപൊളി കറിയാണ്. പഴയ ആൾക്കാരുണ്ടാക്കിയിരുന്ന കറികളാണ്. ഇതെല്ലാം ഒന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഈ കറി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു കറി മതിയാവും. നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കാന്താരി ഒന്ന് ഇടിച്ചിട്ടാലും കുഴപ്പമില്ല, മുഴുവനോടെ ഇട്ടാലും കുഴപ്പമില്ല, നമുക്കിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു വെക്കാം. നന്നായിട്ട് വെന്ത് കിട്ടണം. ആ പുളിയെല്ലാം ഒന്ന് ഇറങ്ങി ഉണക്കമീനൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടണം. ഈ സമയം നമുക്ക് സ്വല്പം ജീരകവും തേങ്ങായും കൂടെ നന്നായിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ആ കളറെല്ലാം നന്നായിട്ട് യോജിച്ച് വരുവേ. അതിനുശേഷം നമുക്ക് ചെറിയ തിള വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറിയ തിള വന്നാൽ മതി, അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതിനുശേഷം നമുക്ക് തിള വരുമ്പോഴത്തേക്കിന് നമുക്ക് താളിപ്പുണ്ടാക്കി ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കടുകും കരിയാപ്പില എല്ലാം കൂടെ കൂട്ടി നമുക്ക് നല്ലൊരു താളിപ്പും കൂടി ഇട്ട് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക.